മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന ടോപ്പിക്കാണ് ഇന്നെടുക്കാൻ പോകുന്നത്. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഡിവൈഡിങ് എ ബ്രോഡ് ടാർഗറ്റ് മാർക്കറ്റ് ഇൻറ്റു സ്മോളർ more defined groups of consumers who have similar needs and characteristic of behaviors. അതായത് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അതായത് നമ്മൾ ഒരു ബ്രോഡായിട്ടുള്ള ടാർഗറ്റ് മാർക്കറ്റിനെ ചെറിയൊരു സ്മോളർ മാർക്കറ്റായിട്ട് കൺവേർട്ട് ചെയ്യാം. അത് എന്തിൻ്റെയൊക്കെ ബേസിസിലാണെന്ന് വെച്ചാൽ സിമിലറായിട്ട് വരുന്ന നീഡ്സും ക്യാരക്ടറിസ്റ്റിക്കൊക്കെ ബിഹേവിയേഴ്സുള്ള ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സിൻ്റെ ബേസിസിലാണ് നമ്മൾ ഓരോ മാർക്കറ്റിനെയും സെഗ്മെൻറ്റ് ചെയ്യാം. അതായത് നമ്മൾ ടാർഗറ്റ് മാർക്കറ്റ് അച്ചീവ് ചെയ്തതിന് ശേഷം അതിൽ ഒരേ സിമിലർ ക്യാരക്ടറിസ്റ്റിക്കും നീഡ്സും പ്രിഫറൻസസുള്ള കൺസ്യൂമേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഓരോ മാർക്കറ്റ് വ്യത്യസ്ത തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ ദിസ് ഇൻവോൾവ്സ് ഡിവൈഡിങ് ദ മാർക്കറ്റ് ബേസ്ഡ് ഓൺ ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സും, അതായത് ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഏജ്, ജെൻഡർ, ഇൻകം, എഡ്യൂക്കേഷൻ, ഫാമിലി സൈസും എന്നതിനൊക്കെ കൺസിഡർ ചെയ്തിട്ട് മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്ന പറയുന്നതാണ് ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ. ഏജ്, ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്സ് ഹാവ് വേരിയൻറ്റ് പ്രിഫറൻസസ്, അത് ടീനേജേഴ്സ് ആൻഡ് സീനിയേഴ്സ്, അതായത് ഓരോ ഏജിലുള്ള വ്യക്തികൾക്കും വ്യത്യസ്ത തരത്തിലുള്ള പ്രിഫറൻസസ് അതിലുണ്ടായിരിക്കും. അതായത് ടീനേജേഴ്സും സീനിയേഴ്സും അതായത് ചെറിയ കുട്ടികൾക്കുള്ള ആഗ്രഹങ്ങളായിരിക്കില്ല വലിയ കുട്ടികൾക്കുണ്ടായിരിക്കാം. വലിയ സീനിയേഴ്സായിട്ടുള്ള സിറ്റിസൺസിനൊന്നും സെയിം ആയിട്ടുള്ള നീഡ്സും പ്രിഫറൻസസും ഉണ്ടായിരിക്കാം. അതാണ് അവരൊരു ബേസ് ചെയ്തിട്ട് മേ ബി മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യാം. ദെൻ ജെൻഡർ പ്രോഡക്ട്സ് മേ ബി വർക്ക്ഡ് സ്പെസിഫിക്കലി ടു മെയിൽസ് ഓർ ഫീമെയിൽസും, അതായത് നമ്മുടെ മാർക്കറ്റിൽ ജെൻഡറിൻ്റെയും ഫീമെയിൽസിൻ്റെയും വ്യത്യസ്ത തരമായിട്ടുള്ള പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. ദെൻ ഇൻകം, കൺസ്യൂമേഴ്സ് വിത്ത് ഡിഫറെൻറ്റ് ഇൻകം ലെവൽസ് ഹാവ് ഡിഫറെൻറ്റ് പർച്ചേസിങ് പവർ. എല്ലാ കൺസ്യൂമേഴ്സിൻ്റെയും ഇൻകം ലെവല്, ഇൻകം കപ്പാസിറ്റി ഒന്നും ഒരേപോലെ ആയിരിക്കില്ല. അപ്പോൾ അവരുടെ പർച്ചേസിങ് പവർ എന്ന് വെച്ചാൽ വ്യത്യസ്ത രീതിയിലായിരിക്കും. ഒരുപാട് പൈസയുള്ള ആൾക്കാർ നല്ല ലക്ഷറി ആയിട്ടുള്ളതും ബ്രാൻഡഡ് പ്രോഡക്ട്സൊക്കെ പർച്ചേസ് ചെയ്യും. മിഡിൽ ഇൻകം പേഴ്സൺസും സാധാ പോലെ പർച്ചേസ് ചെയ്യും. ഇൻകം ലെവലും. ദെൻ എഡ്യൂക്കേഷൻ ലെവൽ ക്യാൻ ഇൻഫ്ലുവൻസ് ബൈയിങ് ഡിസിഷൻസ് ആൻഡ് പ്രോഡക്റ്റ് പ്രിഫറൻസസ്, അതായത് അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയ വ്യക്തികളും അവരുടെ ബൈയിങ് ബിഹേവിയറിലും അവർ പർച്ചേസ് ചെയ്യുന്ന രീതിയിലും വ്യത്യസ്തമായിരിക്കും. ദെൻ ഫാമിലി സ്ട്രക്ചർ ആൻഡ് സൈസ് ക്യാൻ അഫക്റ്റ് ദ കൺസംഷൻ പാറ്റേൺസും, ഫാമിലിയിലുള്ള അംഗങ്ങളുള്ള കൂടുതൽ വ്യക്തികളുടെ കൺസംഷൻ പാറ്റേൺ വ്യത്യസ്തമായിരിക്കും. ചെറിയൊരു ന്യൂക്ലിയർ ഫാമിലിക്ക് വ്യത്യസ്തമായിരിക്കും. അടുത്ത സെഗ്മെൻറ്റേഷനാണ് ജിയോഗ്രഫിക് സെഗ്മെൻറ്റേഷൻ. ദിസ് ടൈപ്പ് ഓഫ് സെഗ്മെൻറ്റ്സ് ദ മാർക്കറ്റ് ബേസ്ഡ് ഓൺ ജിയോഗ്രഫിക്കൽ ക്രൈറ്റീരിയ ഇൻക്ലൂഡിങ് ജിയോഗ്രഫിക്കൽ ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടുള്ള സെഗ്മെൻറ്റിനെയാണ് ജിയോഗ്രഫിക്കൽ സെഗ്മെൻറ്റേഷൻ എന്ന് പറയാം. ഡിഫറെൻറ്റ് റീജിയൻസും, അതായത് റീജിയനെ ബേസ് ചെയ്ത് നമ്മുടെ നാട്ടിലെ അർബൻ, റൂറൽ, നോർത്ത്, സൗത്ത് അതുപോലെ വ്യത്യസ്തമായിട്ട് റീജിയനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ക്ലൈമറ്റ്, വെതർ കണ്ടീഷൻസ് ക്യാൻ ഇൻഫ്ലുവൻസ് പ്രോഡക്റ്റ് ഡിമാൻഡ്, വിൻ്റർ ക്ലോത്തിങ് ഇൻ കോൾഡർ റീജിയൻസ്, അതായത് ക്ലൈമറ്റ്, വെതർ കണ്ടീഷൻസ് ഉള്ളവരുടെ അവിടുത്തെ പ്രൊഡക്റ്റ് ഡിമാൻഡ് വ്യത്യസ്തമായിരിക്കും. അതുപോലെ വിൻ്ററിലും ക്ലോത്തിങ്ങിനൊക്കെ അത്യാവശ്യം തണുപ്പുള്ള സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും. ഓരോ ക്ലൈമറ്റിൻ്റെ ബേസിസിലും മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യണം. ദെൻ പോപ്പുലേഷൻ ഡെൻസിറ്റി, അർബൻ ഏരിയാസ് മേ ഹാവ് ഡിഫറെൻറ്റ് മാർക്കറ്റ് നീഡ്സ് കമ്പയർ ടു റൂറൽ ഏരിയാസ്. പോപ്പുലേഷൻ ഡെൻസിറ്റി അതായത് അർബൻ ഏരിയാസിലും റൂറൽ ഏരിയാസിലൊക്കെ അവിടുത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി വ്യത്യസ്തമായിരിക്കും. സോ അവിടുത്തെ മാർക്കറ്റുകളും വ്യത്യസ്തമായിരിക്കും. അടുത്തൊരു സെഗ്മെൻറ്റേഷനാണ് സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ. ഈ സെഗ്മെൻറ്റേഷൻ കൺസിഡർ ദ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് കൺസ്യൂമേഴ്സും, അതായത് എല്ലാ കൺസ്യൂമേഴ്സും എല്ലാ കൺസ്യൂമേഴ്സും ഒരേപോലെ ആയിരിക്കില്ല. അവരുടെ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് വ്യത്യസ്തമായിരിക്കും. അവരുടെ ലൈഫ് സ്റ്റൈലിൽ പേഴ്സണാലിറ്റി, വാല്യൂസ്, ബിലീഫ്സ് അതൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഫാക്ടേഴ്സിനൊക്കെ കൺസിഡർ ചെയ്തിട്ട് മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യും. ലൈഫ് സ്റ്റൈലിൽ കൺസ്യൂമേഴ്സ് ആക്ടിവിറ്റീസ്, ഇൻട്രസ്റ്റ് ആൻഡ് ഒപ്പീനിയൻ ഷേപ്പ് ദെയർ ബൈയിങ് ബിഹേവിയേഴ്സും, ഓരോ കൺസ്യൂമേഴ്സിൻ്റെയും ആക്ടിവിറ്റീസും ഇൻട്രസ്റ്റും ഒപ്പീനിയൻസും ഒക്കെ വ്യത്യസ്തമായിരിക്കും. പേഴ്സണാലിറ്റി ട്രൈറ്റ്സും, ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി മേ ഗ്രാവിറ്റേറ്റ് ടുവേർഡ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്ട്സ്, അതായത് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് വ്യത്യസ്തമായിട്ടുള്ള പേഴ്സണാലിറ്റിയുള്ള വ്യക്തികളാണ് എല്ലാവരും. അതായത് ഓരോ പേഴ്സണാലിറ്റിയുള്ള വ്യക്തികളുടെയും പർച്ചേസിങ് പവറും ഒരു പർച്ചേസിൻ്റെ പ്രൊഡക്ട്സും നീഡ്സും ഒക്കെ വ്യത്യസ്തമായിരിക്കും. വാല്യൂസ് ആൻഡ് ബിലീഫ്സ്, കൺസ്യൂമേഴ്സ് വാല്യൂസ്
ക്യാൻ ഇൻഫ്ലുവൻസ് ദിയർ പർച്ചേസിങ് ഡിസിഷൻസും. അതായത് കൺസ്യൂമേഴ്സിൻ്റെ വാല്യൂസും ബിലീവ്സും വ്യത്യസ്തമാണ്. ചിലർ ഓരോ ജനറേഷൻ ത്രൂ ആയിട്ട് ഫോളോ ചെയ്ത് വരുന്ന കുറച്ച് ബിലീവ്സും വാല്യൂസൊക്കെ ഉണ്ട്. അവരുടേതായ രീതിയിലുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കൂ അങ്ങനത്തെ. സോ അവർക്കായിട്ടുള്ള അങ്ങനെ കുറച്ച് ആൾക്കാരെ ഡിവൈഡ് ചെയ്തിട്ടാണ് ഇതിനെ ബേസ് ചെയ്തിട്ട് മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. Technological segmentation. With the rise of technology, this type of focuses on consumers' technology usage and including ടെക്നോളജീനെ ബേസ് ചെയ്തിട്ടുള്ള സെഗ്മെൻറ്റേഷനാണ് ടെക്നോളജിക്കൽ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഡിവൈസ് പ്രിഫറൻസസ് സെഗ്മെൻറ്റ് ബേസ്ഡ് ഓൺ വെദർ കൺസ്യൂമേഴ്സ് പ്രിഫർ മൊബൈൽ, ഡെസ്ക്ടോപ്പ്, ടാബ്ലറ്റ് പ്ലാറ്റ്ഫോംസ്. അതായത് ഡിവൈസ് ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ എക്കോണമി കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. കൂടുതലായിട്ട് ഓൺലൈൻ മാർക്കറ്റിംഗ് അങ്ങനത്തെ ഓൺലൈൻ ഷോപ്പിങ്ങിനൊക്കെയാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ അവരുടെ കയ്യിലുള്ള കൺസ്യൂമേഴ്സ് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സുകൾക്കൊക്കെ വ്യത്യസ്തമായിരിക്കും. അവർ പ്രിഫർ ചെയ്യുന്ന മൊബൈൽസ്, ഡെസ്ക്ടോപ്പ്, ടാബ്ലറ്റ് പ്ലാറ്റ്ഫോംസ് ഒക്കെ ആയിരിക്കും. ടെക് സേവിങ്സ് ഗ്രൂപ്പ് കൺസ്യൂമേഴ്സ് ബൈ ദെയർ കംഫർട്ട് ആൻഡ് ഫെമിലിയാരിറ്റി വിത്ത് ടെക്നോളജി. കൺസ്യൂമേഴ്സിന് കംഫർട്ടും ഫെമിലിയാരിറ്റി വന്ന ടെക്നോളജീസും യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ടെക്നോളജിക്കൽ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് അങ്ങനെ 5 തരത്തിലാണ് മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ. ഡെമോഗ്രാഫിക് എന്ന് വെച്ചാൽ ഏജ്, ജെൻഡർ, ഇൻകം, എഡ്യൂക്കേഷൻ, ഫാമിലി സൈസ് ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നത്. 2 ജിയോഗ്രഫിക്കൽ സെഗ്മെൻറ്റേഷൻ. അതായത് നമ്മൾ ജിയോഗ്രഫിനെ റീജിയനായിട്ടും ക്ലൈമറ്റും പോപ്പുലേഷൻ ഡെൻസിറ്റീനെ ബേസ് ചെയ്തിട്ടൊക്കെ വ്യത്യസ്തമായ ഗ്രൂപ്പുകളാക്കി മാറ്റിയിട്ട് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ജിയോഗ്രഫിക് സെഗ്മെൻറ്റേഷൻ. സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് വെച്ചാൽ ഒരു ഒരു കസ്റ്റമറിൻ്റെ ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ട്രൈറ്റ്സും വാല്യൂസും ബിലീവ്സും ഒക്കെ വ്യത്യസ്തമായിരിക്കും. ഇതിനെ കൺസിഡർ ചെയ്തിട്ടാണ് സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ ഉള്ളത്. ദെൻ ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ. എല്ലാ കസ്റ്റമേഴ്സും വ്യത്യസ്ത തരത്തിലാണ് ബിഹേവ് ചെയ്യുക. ഓരോ ഒക്കേഷനിലായാലും അവർ യൂസ് ചെയ്യുന്നതായാലും അവരുടെ ഒരു ഭയങ്കര പ്രൊഡക്റ്റ് ലോയൽസ്, ബ്രാൻഡഡ് പ്രൊഡക്ട്സും അതേപോലെ തന്നെ ബെനിഫിറ്റ്സ് ഓരോരുത്തരും ഫീൽ ചെയ്യുന്ന ബെനിഫിറ്റ്സൊക്കെ വ്യത്യസ്തമായിരിക്കും. ഇതിൻ്റെ ബേസിസിൽ ബിഹേവിയറിൻ്റെ ബേസിസിലാണ് ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ. അടുത്തതാണ് ടെക്നോളജി എന്ന് പറയുന്നത്. ടെക്നോളജിക്കൽ സെഗ്മെൻറ്റേഷനും വ്യത്യസ്തമാണ്. ഓരോരുത്തർ യൂസ് ചെയ്യുന്ന ഡിവൈസസ് വ്യത്യസ്തമായിരിക്കും. ചിലർ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടേഴ്സും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഡിവൈസസ് യൂസ് ചെയ്യും. അതുപോലെ ടെക്നോളജിക്കൽ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ? ഈ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സാണ് ഉണ്ടാകുക? ടാർഗറ്റഡ് മാർക്കറ്റിംഗ് എനാബിൾസ് ബിസിനസ് ടു ക്രിയേറ്റ് ടൈലർഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ദാറ്റ് റിസണേറ്റ് വിത്ത് സ്പെസിഫിക് സെഗ്മെൻറ്റ്സ്. നമ്മളിങ്ങനെ ഓരോ മാർക്കറ്റിനെയും സെഗ്മെൻറ്റ് ചെയ്യുന്നത് മൂലം നമുക്ക് കുറച്ചും കൂടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിപ്പെടാൻ സഹായിക്കും. നമ്മളൊരു മേ ബി ഒരു മാർക്കറ്റ് മാത്രമായിരിക്കും ടാർഗറ്റ് ചെയ്യാനുണ്ടായിരിക്കാം. ദെൻ ഇംപ്രൂവ്ഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ബൈ അഡ്രസ്സിങ് ദ യുണീക്ക് നീഡ്സ് ഓഫ് ഈച്ച് സെഗ്മെൻറ്റ് ബിസിനസ് ക്യാൻ എൻഹാൻസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ലോയൽറ്റി. നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനും ലോയൽറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കും. റിസോഴ്സ് അലോക്കേഷൻ ഹെൽപ്സ് ഇൻ effectively allocating marketing resources to the most profitable segments. നല്ല രീതിയിൽ റിസോഴ്സിനെ അലോക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ദെൻ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് നല്ല രീതിയിൽ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്നുള്ള ടോപ്പിക്കാണ് നമ്മളിന്ന് എടുത്തത്. ഇനി അടുത്ത ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.